നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു ക്രൈസിൻ്റെ പുറത്ത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ മാക്സിമം നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് നമ്മുടെ കൊക്കിൽ ഒതുങ്ങാവുന്ന റേറ്റിലുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വ്ളോഗിങ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. വെൽക്കം ബാക്ക് ടു ഓഡോമീറ്റർ. ഇന്ന് എൻ്റെ അടുത്തുള്ളത് ഒരു RS 300 ആണ്. ഞാനിപ്പോൾ ഇലവീഴ പൂഞ്ചിറ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് വന്ന് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്, എൻ്റെ മൈക്ക് ഏതാണ്, എൻ്റെ ക്യാമറ ഏതാണ്, ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പോവാണ്. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾ എന്നെ പോലെ തന്നെ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ഒരാളെങ്കിലും നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ഒരു വീഡിയോ ഏതെങ്കിലും സൈഡിൽ നിന്ന് യൂസ്ഫുൾ ആയേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത് തുടങ്ങിയത് ഏതൊരു സാധാരണ ഇന്ത്യൻ പൗരനും മോട്ടോ വ്ളോഗിങ് ചെയ്യുന്ന അതേ സെറ്റപ്പിൽ തന്നെയാണ് ഞാനും സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം ഞാൻ മോട്ടോ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തത് മൊബൈൽ ഫോണിലാണ്. മൊബൈൽ ഫോൺ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് മൈക്ക് കണക്ട് ചെയ്താണ് മോട്ടോ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അത് 8 നില പൊട്ടിപ്പോയി. കാരണം എൻ്റെ മൊബൈലിൽ നോയ്സ് ക്യാൻസൽ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം എടുത്ത വീഡിയോയൊക്കെ ഞാൻ വീട്ടിൽ പോയി രണ്ടാമത് റീവോയ്സ് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്തിരുന്നത്. അതിനകത്ത് വീഡിയോ ക്വാളിറ്റി വളരെ വളരെ മോശമായിരുന്നു. അത് നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ മൊബൈൽ ഫോണിൽ മൈക്ക് കണക്ട് ചെയ്ത് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്ത് വെച്ചിട്ടാണ് എൻ്റെ മോട്ടോ വ്ളോഗിങ് ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അന്ന് യൂസ് ചെയ്ത മൈക്ക് ഏതെന്ന് വെച്ചാൽ മോണോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഏകദേശം 239 രൂപ റേഞ്ചിൽ പ്രൈസ് വരുന്ന ഒരു മൈക്കായിരുന്നു. അത് അത്യാവശ്യം നല്ലൊരു മൈക്കായിരുന്നു. പക്ഷേ എൻ്റെ ഫോണിൽ നോയ്സ് ക്യാൻസൽ ചെയ്യാനുള്ള സംവിധാനം ഇല്ലാഞ്ഞുകൊണ്ട് എനിക്ക് ഓൺ വോയിസിൽ വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. നല്ല രീതിക്ക് നോയ്സ് ഓൺ വോയിസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. അത് കളയാനായിട്ട് ഞാൻ പിന്നെ വീട്ടിൽ വന്നിട്ട് വോയിസ് ഓവർ ചെയ്തായിരുന്നു ആദ്യം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടിരുന്നത്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് GoPro എടുക്കണം, ഒന്നും കൂടി നന്നായിട്ട് വ്ളോഗുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കണം എന്നൊരാഗ്രഹം മനസ്സിൽ വന്നത്. അതിന് വേണ്ടിയിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കണമായിരുന്നു. ഞാനങ്ങനെ ഏകദേശം ഒരു 8000 രൂപ കൈ പിടിച്ചുകൊണ്ട് നേരെ ആ ആഗ്രഹമായിട്ട് കയറി ചെന്നത് എറണാകുളത്ത് പൈനിയർ ക്യാമറാസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കാണ്. അന്ന് ഞാൻ അവിടെ പോയത് ഒരു GoProയുടെ Hero 8 എടുക്കാനായിട്ടാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പൊട്ടലിൽ ഒട്ടറി അടിച്ച പോലെ ഒരു Hero 9 അവിടെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റി. അത് പർച്ചേസ് ചെയ്തത് എങ്ങനെയെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ അന്ന് ഏകദേശം 8,000 to 10,000 റുപ്പീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞാൻ അവിടെ പോയി അവിടുത്തെ ഒരു കസ്റ്റമർ എക്സിക്യൂട്ടീവിനോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഈ ബജാജിൻ്റെ EMI ഉണ്ട്, അതിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ബജാജിൻ്റെ കാർഡ് എടുത്തു. ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ഏകദേശം ഒരു 10,000 രൂപയുടെ അടിയിൽ മാത്രം കൊടുത്തു. പിന്നെ മന്ത്ലി ഏകദേശം ഒരു 2,500 റുപ്പീസ് EMI ഇട്ടിട്ടാണ് GoPro Hero 9 ഞാൻ പർച്ചേസ് ചെയ്തത്. അതിൻ്റെ EMI അടവ് ഏകദേശം 8 മാസം 9 മാസമോ 8 മാസമോ 12 മാസമോ അങ്ങനെ എന്തോ ആയിരുന്നു, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് ഞാനൊരു എക്സ്ട്രാ ഒരു GoPro ബാറ്ററി കൂടെ മേടിച്ചു. കാരണം GoProയുടെ ബാറ്ററി ഏകദേശം നമ്മുടെ പർപ്പസ് അനുസരിച്ച് ഒരു ബാറ്ററി കൊണ്ട് ഒരു വ്ളോഗിങ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു എക്സ്ട്രാ ബാറ്ററി കൂടെ മേടിച്ചു. ടോട്ടൽ ഏകദേശം 35,000 ഇടക്കായി അന്ന്. അതെല്ലാം കൂടി പർച്ചേസ് ചെയ്തപ്പോൾ 10,000 റുപ്പീസ് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു. ബാക്കി EMI ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ GoProയുടെ Hero 9 ബ്ലാക്ക് ഞാൻ വാങ്ങിച്ചു. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു GoPro ബാറ്ററി കൂടി വാങ്ങിച്ചു. അങ്ങനെ മോട്ടോ വ്ളോഗിങ് പതിയെ GoProയിലേക്ക് ചേക്കേറി. പക്ഷേ ഞാൻ മൈക്ക് അപ്ഡേറ്റ് ചെയ്തിരുന്നില്ല. മോണോ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ മൈക്ക് തന്നെയാണ് ഈ കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ വ്ളോഗ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അത് വലിയ മോശമില്ലാത്ത മൈക്കാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മൈക്കാണ്. കാരണം 239 രൂപയ്ക്കോ 49 രൂപയ്ക്കോ എത്രയോ നല്ലൊരു മൈക്ക് കിട്ടുക എന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഒരു റോഡിൻ്റെ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 6,500 റുപ്പീസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അതിനെക്കാട്ടി മേളിൽ റേറ്റ് വരുന്ന മൈക്കുകളാണ്. അതൊരു സാധാരണ നമ്മളെ പോലത്തുള്ള മോട്ടോ വ്ളോഗേഴ്സിനെ എടുക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ പിന്നെ യൂട്യൂബൊക്കെ അതുപോലെ ആക്റ്റീവായിട്ടുള്ള
ചാനലാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു ക്രൈസിൻ്റെ പുറത്ത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ മാക്സിമം നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് നമ്മുടെ കൊക്കിൽ ഒതുങ്ങാവുന്ന റേറ്റിലുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വ്ളോഗിങ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാനും അങ്ങനെ തന്നെയാണ് എനിക്ക് നോക്കിയത്. അങ്ങനെ ഞാൻ GoPro Hero 9 ബ്ലാക്കിൽ മോണോ എന്ന് പറയുന്ന ആ ഒരു മൈക്ക് കണക്ട് ചെയ്താണ് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം കൂടിയുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഈ പറയുന്ന മൈക്ക് നമുക്ക് GoPro ആയിട്ട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതിനൊരു മൈക്ക് അഡാപ്റ്റർ വേണം. അതിന് ഏകദേശം ഒരു 4500 റുപ്പീസിൻ്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. ആ കാര്യം ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. എന്താണെങ്കിലും ആനേനെ മേടിച്ചു, പിന്നെ തോട്ടി മേടിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവിടുന്ന് തന്നെ ആ ഒരു അഡാപ്റ്ററും ഏകദേശം EMIയിലേക്ക് തന്നെ ഉൾപ്പെടുത്തി ആ ഒരു അഡാപ്റ്ററും കൂടെ പർച്ചേസ് ചെയ്തു. അങ്ങനെ ഏകദേശം 39,000 രൂപയുടെ അടിയിലായി എൻ്റെ GoPro സെറ്റപ്പുകളെല്ലാം അന്ന് ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ. അതിനകത്ത് 10,000 രൂപ മാത്രമേ ഞാൻ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ EMIയിലായിട്ടാണ് പർച്ചേസ് ചെയ്തത്. അങ്ങനെയാണ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത്. ഇപ്പോൾ അങ്ങനെയാണ് ഞാൻ മോട്ടോ വ്ളോഗിങ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു 2 ആഴ്ചകൾക്ക് മുമ്പായിട്ടാണ് നമ്മുടെ ഒരു ഫോളോവർ അല്ലെങ്കിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് വേണ്ടി ഒരു മൈക്ക് സ്പോൺസർ ചെയ്തത്. അതിനകത്ത് പകുതി പൈസ പുള്ളിക്കാരൻ എനിക്ക് തന്നു, ബാക്കി പൈസ ഞാനും കൂടെ ഇട്ടു. റോഡ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ മൈക്ക് ഞാൻ പർച്ചേസ് ചെയ്തു. ഇതിപ്പോൾ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് വരാൻ നേരത്ത് ഈ ഒരു മൈക്ക് ഉപയോഗിച്ചായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് എൻ്റെ എഡിറ്റിങ്. ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ വീഡിയോകളെല്ലാം എഡിറ്റ് ചെയ്യുന്നത് VNൽ തന്നെയാണ്. ഞാൻ യൂസ് ചെയ്തത് വെച്ചിട്ട് ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയതും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ VN തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ VNൽ എഡിറ്റ് ചെയ്ത വീഡിയോസാണ് ഇതുവരെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാങ്ങേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയൊരു സാധനമാണ്. ഇതിന് ഒരുപാട് പ്രൈസൊന്നും വരുന്നില്ല. ഏകദേശം എനിക്ക് 150 രൂപയുടെ അടിയിൽ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. അതായത് നമ്മുടെ മൈക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതെന്താണെങ്കിലും ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. നിങ്ങളിവിടെ അവിടെ നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ കൂടി നമ്മൾ മൈക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നോയ്സൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് ആ ഒരു മെറ്റീരിയൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ വീഡിയോ ക്വാളിറ്റി കുറേയൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തതും ഇപ്പോൾ തട്ടി മുട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നതും ഈ ഒരു സെറ്റപ്പിലാണ്. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ലിങ്ക് കയറിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അവിടുന്ന് നമുക്ക് EMI ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ മോട്ടോ വ്ളോഗിങ് ക്യാമറ സെറ്റപ്പുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്നെപ്പോലെ തന്നെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് കരുതി ചെയ്തതാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകാത്തതായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങളെനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങൾക്കും പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ വോയിസ് ഓവറായിട്ടാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ റൂമിൻ്റെ അകത്ത് ഇരുന്ന് വീഡിയോ ഡബ് ചെയ്യാണ്ടിരിക്കുക. എവിടെയെങ്കിലും പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ഡബ് ചെയ്യുക. കാരണം റൂമിൻ്റെ അകത്തിരുന്നാൽ നമ്മുടെ വോയിസിൽ ഭയങ്കര ഒരു മുഴക്കം ഫീൽ ചെയ്യും. എനിക്കത് പറ്റിയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക മോശം വീഡിയോസും ഞാൻ ഡബ് ചെയ്തത് റൂമിൻ്റെ അകത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് അത്രയും മോശമായിട്ടുള്ള വോയിസിൽ ആ ഒരു വീഡിയോ ഇപ്പോഴും അവിടെ തന്നെ കയറാണ്ട് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.